ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും ഇതുപോലെ വളരെ പ്രസരിപ്പോടുകൂടി സന്തോഷത്തോടെയും ആർത്തിയോടെയും കൊതിയോടെയും ദൈവ പക്കൽ നിന്ന് ഒരു സമാശ്വാസം ലഭിക്കുമെന്നുള്ള ഉറപ്പോടെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഒരു അഭയകൂടാരം പോലെയാണ് കൃപാസനം. ഇതിലൂടെ ദൈവം എല്ലാ മക്കളോടും, പക്ഷേ എല്ലാ മക്കളോടും വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, ക്രിസ്ത്യൻസ് ആസ് വെൽ ആസ് നോൺ ക്രിസ്ത്യൻസ് എല്ലാ മക്കളോടും, അതായത് വേദന നമ്മുടെ കൃപാസനത്തിൽ വരാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത്, എന്തെങ്കിലും വിഷയത്തിൽ നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് അതിനൊരു പരിഹാരമില്ല, നമ്മൾ നിസ്സഹായരാണ് എന്ന് തോന്നുന്ന സമയത്താണ് മനുഷ്യർ കൃപാസനത്തിൽ വരണത്. അപ്പം അങ്ങനെ വരുന്നവർക്ക് ഉള്ള യോഗ്യത എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളാണ് അവരുടെ യോഗ്യത. അവരുടെ പ്രശ്നമാണ് അവരുടെ യോഗ്യത. നമുക്ക് സാധാരണ രീതിയിൽ ഇതുപോലുള്ള ദൈവ സന്നിധാനങ്ങൾ വരുമ്പോൾ നമ്മുടെ പാപമൊക്കെ നമുക്ക് അയോഗ്യതയായിട്ട് പറയാം. പക്ഷെ കൃപാസനത്തിൽ വരുമ്പോൾ ഉള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ രോഗമാണ് നമ്മുടെ യോഗ്യത, നമ്മുടെ കടങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ. അപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഭംഗിവാക്ക് പറയണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഇവാലുവേറ്റ് അവർ ടെസ്റ്റിമണീസ്. നമുക്ക് ദൈവം തന്ന ഒരു സ്വത്താണ് നമ്മുടെ സാക്ഷ്യങ്ങൾ വിശ്വാസക്കോടികളുടെ സ്വത്താണ്. എന്ന് വെച്ചാൽ ആ സാക്ഷ്യം പരിശോധിക്കുന്നവർക്കറിയാം, എൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഈ ദൈവം എന്നെ സഹായിക്കും. ജാതിയും മതവും വിശ്വാസവും ഒന്നും നോക്കാതെ, ഇതൊന്നും നോക്കാതെ നിനക്ക് ദൈവദർശനത്തിൽ വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇടമായിട്ട് പരിശുദ്ധ അമ്മ കൃപാസനത്തെ വളർത്തിയതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിങ്ങൾ വിഷമിക്കാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ വിശ്വസിക്കാൻ എടുക്കണം. അതൊരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാണ്. മനുഷ്യൻ കൂടുതൽ സമയം വിഷമിക്കാനാണ് എടുക്കുന്നത്. ഈ വിഷമിക്കാൻ എടുക്കുന്ന വിഷയത്തേക്കാൾ ഇരട്ടിയോ 3 ഇരട്ടിയോ സമയം നിങ്ങൾ വിശ്വസിക്കാൻ എടുക്കണം. എൻ്റെ സഹോദരനൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ഞാൻ വിഷമിക്കാൻ വേണ്ടി ഓരോ വിഷയത്തെ ഓർത്തുകൊണ്ട് വിഷമിക്കാൻ വേണ്ടി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അങ്ങയിൽ വിശ്വസിക്കാൻ വേണ്ടി പ്രത്യാശിക്കാൻ വേണ്ടി എന്നെ പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന നിനക്ക്, ആരാധന എന്റെ സ്നേഹിതനാകും സ്നേഹമേ. ആരാധന നിനക്ക്, ആരാധന ഓ ദിവ്യമാ സ്നേഹമേ. ഓ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇത് ധ്യാനം രാവിലെ ആണ് സാധാരണ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ എനിക്ക് ധ്യാനിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും ഈശോ പറഞ്ഞ് തന്നില്ല. സാധാരണഗതിയിൽ ധ്യാനത്തിന് 24 മണിക്കൂർ 48 മണിക്കൂറിനുള്ളിൽ
കർത്താവ് എനിക്ക് ക്ലൂ തരും, ഈ വിഷയത്തിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു തരും, ഒരു അടയാളമൊക്കെ തരും. അപ്പോൾ ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തണുത്തങ്ങനെ ഇരിക്കുകയാണ്. കർത്താവ് നമുക്ക് ആൾക്കാരെ കയറിയതിന് ശേഷം പിന്നെ പടാകാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ ഒരു 100,000 ധ്യാനം നടത്താൻ പറ്റും. കാര്യം ഞാൻ 36-37 കൊല്ലം ധ്യാനിപ്പിച്ച് പരിചയമുള്ള ആളാണ്. പക്ഷെ അതല്ല, അത് കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈബിൾ വാക്കിയോ അല്ലെങ്കിൽ കഥ നോക്കിയോ പറയണമല്ല ഇത് ഡയറക്റ്റ് ജീസസ് സംസാരിക്കണം. തന്നെയല്ല, നേരത്തെ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അത് കോപ്പി ഇടിയാവും. നേരത്തെ സംസാരിച്ച സമയങ്ങളില്ലേ ഇതുമാത്രം കാര്യങ്ങൾ ഈശോ ഉടമ്പടിയെക്കുറിച്ച് സംസാരിച്ചു. ധ്യാനത്തിൻ്റെ ഒരു റെവലേഷൻ എലമെൻറ്റ് വരണവരെ ഞാൻ അസ്വസ്ഥനായിരിക്കും. ഒരു റെവലേഷൻ കണ്ടൻറ്റ് എന്നുവെച്ചാൽ വെളിപാട് കണ്ടൻറ്റ് വരുന്നവരെ നമുക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പണ്ടത്തെ ധ്യാനത്തിൻ്റെ നേരെ അതുപോലെ പഠിച്ച് വീണ്ടും പോലെ ഇരിക്കും. അങ്ങനെയല്ല, വെളിപാടിൻ്റെ കണ്ടൻറ്റ് വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു ശക്തി, വെളിപാടിൻ്റെ കണ്ടന്റ് കൊണ്ട് ശക്തിയെ അതങ്ങനെ ധ്യാനത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകും. അപ്പോൾ അറിവല്ല കൊടുക്കുന്നത് ആൾക്കാർക്ക്, അഭിഷേകമാണ് കൊടുക്കുന്നത്. വ്യത്യാസമുണ്ട് ഭയങ്കര. അറിവിൻ്റെ അകത്ത് വരണ ഇൻഫർമേഷനാണ് വരണത്. ഇൻഫർമേഷനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. കാര്യം ഇൻഫർമേഷൻ ഇപ്പോൾ കെമിസ്ട്രി ഇൻഫർമേഷനാണ്, മാത്തമാറ്റിക്സ് ഇൻഫർമേഷനാണ്, എല്ലാ നോളജും ഇൻഫർമേഷനാണ്. വേർഡ് ഓഫ് ഗോഡ് അങ്ങനെയല്ല. വേർഡ് ഓഫ് ഗോഡ് അനോയിൻറ്റിങ്ങാണ് വരേണ്ടത്. ശക്തി വരണം, അതിൻ്റെ സൗഖ്യം വരണം, ബോധ്യം വരണം, നിലനിൽപ്പ് വരണം. ബോധ്യം കിട്ടിയാൽ നമുക്ക് നിലനിൽക്കും. ഇത് ഇന്നതിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ നിലനിൽക്കും. പിന്നെ തന്നെയല്ല, നമ്മൾ ഇപ്പം നിനക്ക് ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വന്നിട്ടില്ലെന്ന് വിചാരിച്ചോ. റിസൾട്ട് വന്നിട്ടില്ല, അപ്പം നീ പേടിച്ചിരിക്കുകയാണ്, റിസൾട്ട് എന്താകുമോ എന്ന് ഞാൻ. പക്ഷേ കർത്താവ് എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഭയം ഉൾപ്പെടെ വന്നിട്ടിങ്ങനെ അഭിഷേകം ചെയ്ത് കളയും. അതാണ് വചനപ്രഘോഷണത്തിൻ്റെ പ്രത്യേകത. അഭിഷേകം ചെയ്ത് കളയും. അത് നിനക്ക് നിലനിൽപ്പിൻ്റെ വരം തരികയും നിൻ്റെ മനസ്സിൻ്റെ ഉദ്വിഗ്നതയൊക്കെ അങ്ങ് കെടുത്തിയിട്ട് നിങ്ങൾ നിലനിർത്തി തരും. പക്ഷേ അതുകൊണ്ടാണ് ദൈവം എപ്പോഴും പറയും നിങ്ങൾ ഇങ്ങനെ ടൈം ടേബിൾ വെച്ച് പ്രാർത്ഥിക്കരുത്, നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയും. അഭിഷേകവും നിരന്തരം പ്രാർത്ഥിക്കുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസം, പല ബന്ധമുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുകയാണ്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഫിലിപ്പി 4:4 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. പറഞ്ഞേ, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ലൈൻസിന്റെ പോക്ക് കണ്ടല്ലേ? എന്താ? നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ. അപ്പോൾ ദ വെരി നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ പേര് പോലും നമുക്ക് എന്താണ്? സന്തോഷത്തിൻ്റെ കാരണമാണ്. ചിലരുടെ ഓർമ്മകൾ പോലും നമുക്ക് സന്തോഷത്തിൻ്റെ കാരണമാണ്. അതുപോലെ കർത്താവിൻ്റെ പേര് പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടി. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി ഉണ്ടാകും, ഹസ്ബൻഡ് ഉണ്ടാകും, അല്ലെങ്കിൽ വൈഫുണ്ടാകും, അല്ലെങ്കിൽ മക്കളുണ്ടാകും. ഇവരിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു, നിങ്ങൾ എന്നേക്കാൾ നല്ല അനുഭവമുള്ള ആൾക്കാരല്ലേ, ചിന്തിച്ച് നോക്കിയേ. ഇറ്റ് ഈസ് കുറച്ച് സമയം. കുറച്ച് കഴിയുമ്പോൾ മക്കൾ ഇപ്പോൾ അവർ ഹോസ്റ്റലിലോട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ മറന്നു പോകും. അവരും മറക്കും, നമ്മളും മറക്കും. മനഃപൂർവ്വമല്ല, നമ്മൾ വേറെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ, വേറെ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ നമ്മൾ മറക്കും. ഇതുപോലെ അപ്പോൾ അങ്ങനെ മറക്കുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്കറിയാം, ആ സമയത്ത് ഇപ്പോൾ കറണ്ടൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് സ്വിച്ച് ഓഫാണെങ്കിൽ ആ ഇലക്ട്രോണിക്സിൻ്റെ പ്രവാഹമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഫീൽ ചെയ്യത്തില്ല. ഇതുപോലെ സിസ്റ്റമെല്ലാം കറക്റ്റാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അപ്പനുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഭാര്യ ഉണ്ട്, പക്ഷേ വി ആർ നോട്ട് ഫീലിംഗ് ഇറ്റ് സംടൈംസ്. അവരെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് എപ്പോഴും. പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സ്വിച്ച് ഓഫും സ്വിച്ച് ഓണും ഇല്ല, ബാക്കി എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സീരിയസ് ആണ്, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ അലേർട്ടാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈശോയ്ക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്താൽ അതിന് ഈശോയ്ക്ക് ഉണ്ടാകുന്ന
ഒന്നാമത്തെ ഈ കോൾഡോ നമുക്ക് ഈ രുചിഭേദങ്ങളെപ്പോലെ തന്നെയാണ്. ദൈവം ഒരു പേഴ്സൺ ആയത് കാരണം എല്ലാ വിധത്തിലുള്ള വിഷയങ്ങൾക്കും ന്യൂട്രല്ല ഒരിക്കലും. എനിക്കങ്ങനെയാണ് കർത്താവിനെ മനസ്സിലായിരിക്കും. 4 വയസ്സ് മുതൽ ദൈവത്തിനെ അറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം ന്യൂട്രല്ല, ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ ആൻസറബിളായിരിക്കും എല്ലാ വിഷയവും. അതുകൊണ്ടാണ് നീ നിൽക്കുന്നത് ഞാൻ അറിയുന്നു, നീ കിടക്കുന്നത് ഞാൻ അറിയുന്നു, നീ ഉറങ്ങുന്നത് ഞാൻ അറിയുന്നു, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവിടെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല. ടേക്ക് ദ സങ്കീർത്തനം എടുത്ത് 21:4 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 കൂടെ ഇരിപ്പാൻ. ആരാധന ആരാധന യേശുവേ ആരാധന. 121 സങ്കീർത്തനം 4-ാം തിരുവചനം. 121:4. ഇസ്രായേലിന്റെ പരിപാലകൻ ഒന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല. ഉറക്കവും മയക്കവും ഒക്കെ എല്ലാം ഒരുപോലെയാണല്ലേ. ഒരാൾ മയങ്ങിയിരിക്കണമെങ്കിലും ആൾ ഉറങ്ങിയിരിക്കണമെങ്കിൽ ഫലത്തിൽ ഉറക്കം തന്നെയാണ്. മനസ്സിലായില്ലേ? നമ്മൾ മയങ്ങിയിരുന്നാലും ഉറങ്ങിയിരുന്നാലും ഫലത്തിൽ ഉറക്കം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യൻ മീമാംസകളിലൊക്കെ ദൈവത്തിന് മീനാക്ഷി എന്നൊക്കെ വിളിക്കത്തില്ലേ? എന്താ മീനിൻ്റെ അക്ഷിയുള്ള ആൾ, കണ്ണിന് എന്താ മീനിന് കൺപോളയില്ലല്ലോ, അങ്ങനെ എപ്പോഴും തുറന്നിരിക്കുക അല്ലേ, എല്ലാം തുറന്നിരിക്കുക. അതുകൊണ്ടാണ് മീനിൻ്റെ കണ്ണ് എന്നുവെച്ചാൽ കൺപോളയില്ലാത്ത ആൾ, എപ്പോഴും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, ഉറങ്ങാത്ത ആൾ, മയങ്ങാത്ത ആൾ. അതിൻ്റെ അങ്ങനെ പറയാൻ വെച്ചാൽ അതിന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പരിപാലകൻ എന്നാണ് പറയണത്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വസിക്കുന്ന ആരും ഇസ്രായേലിനാണ്. ആരാണ് വിശ്വസിക്കണത് അവൻ ഇസ്രായേലിൻ്റെ അർത്ഥം എന്താണ്? ദ ചോസൺ. അതാണ് ദ ചോസൺ, തിരഞ്ഞെടുക്കപ്പെട്ട ആൾ. ദൈവത്താൽ ആർക്കാണ് വിശ്വാസമുള്ളത് അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അവൻ ഇസ്രായേലായി. ആർക്കാണ് വിശ്വാസം ദൈവത്തിലുള്ളത്? ഹിസ് ചോസൺ, തിരഞ്ഞെടുക്കപ്പെട്ട ആളായി, ഇസ്രായേലായി. അവൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ഉറക്കമില്ല. എന്തിനാണ് ഉറക്കമില്ലായിരിക്കണത്? പരിപാലകനാണ്. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രൊട്ടക്ഷൻ, ഈ പരിപാലനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പരിപാലനമാണ്. ഇല്ല, അതായത് ഈ പരിപാലന തന്നെയാണ് നമ്മൾക്ക് ഇപ്പം സങ്കീർത്തനം 121:4 നമുക്ക് കിട്ടിയത് അല്ലേ? ഈ ഒന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല. അപ്പോൾ മയങ്ങാത്ത ദൈവം എന്ന് പറഞ്ഞാൽ നിന്നെ പരിപാലിക്കുന്ന ദൈവം എന്നാണ് എൻ്റെ അർത്ഥം. പരിപാലിക്കുക. എന്തിനാണ് ഉറങ്ങാതിരിക്കണത്? എന്തിനാണ് മയങ്ങാതിരിക്കണത്? നമ്മളെ പരിപാലിക്കുക. ഇത് മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനമൊക്കെ എഴുതി വെക്കണതേ. ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ സങ്കീർത്തനം അറിയാതെ തന്നെ വന്നോളൂ. എല്ലാവർക്കും ഇപ്പോൾ ചിലർ ദൈവത്തിന് ആനന്ദം കൊണ്ട് കരയും, അതും ഒരു സങ്കീർത്തനമാണ്. പാടണമെന്ന് നിർബന്ധമില്ല. ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിശ്വാസങ്ങൾ വരും. കാര്യം ദൈവം ഓരോ കാര്യത്തിലും ഇപ്പം തന്നെ ഇന്ന് നടന്നൊരു സ്ഫോടനം ഇല്ലേ, സ്ഫോടനം. അപ്പം ഈ സ്ഫോടനം ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച നടക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ന് കളമശ്ശേരി നടന്ന സ്ഫോടനം വെള്ളിയാഴ്ച നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ലക്ഷങ്ങൾ പങ്കെടുത്തുന്ന റാലി നടക്കുക ഇല്ല. അല്ലാതെ തന്നെ ഇന്ന് പോലീസോടെ വന്നു സെക്യൂരിറ്റി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസ് നമ്മളോട് വളരെയേറെ സഹകരിച്ചു ആണല്ലോ ഇതെല്ലാം നടക്കും. 60 പോലീസ് ഉണ്ടായിരുന്നു ഇന്നലെ ഫീൽഡിൽ, നമ്മളുടെ സെക്യൂരിറ്റി കൂടാതെ തന്നെ. എങ്കിലും ഇങ്ങനെ ഇഷ്യൂ കേട്ടപ്പോൾ ഇവിടെ സേഫാണോന്ന് അറിയാൻ വേണ്ടി അപ്പം തന്നെ പോലീസ് വന്നു. അപ്പം ഞാൻ തിരക്കൊന്ന് ഒഴിയട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ധ്യാനവും രാവിലെ ഷിഫ്റ്റ് ചെയ്തു. തിരക്കൊന്ന് ഒഴിയട്ടെ, നല്ല തിരക്കായിരുന്നു രാവിലെ. ആ സമയത്തൊരു രസമുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം അത് മാത്രമല്ല, എൻ്റെ പ്രശ്നം കർത്താവ് എന്നോട് സംസാരിച്ചിട്ടില്ലായിരുന്നു. ധ്യാനം ഷിഫ്റ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം അതാണ്, കർത്താവ് സംസാരിച്ചിട്ടില്ല.
അപ്പോൾ ഞാനും ക്ലിൻ്റൻ്റെ അച്ഛനും അസിസ്റ്റൻ്റ് അച്ഛനും ജോമോളും കൂടി എൻ്റെ മുറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ സത്യം, ഞാനെന്താ ധ്യാനം മാറ്റി വെച്ചതെന്ന്. കർത്താവ് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പം ഞാനിങ്ങനെ മൂടൗട്ടാടെ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു 10:30 11 മണിയായി, ധ്യാനത്തിലേക്കാണ് സമയമായി. പക്ഷേ ഈശോ ഒന്നും മിണ്ടണില്ല. പെട്ടെന്ന് മനസ്സിൽ ഈശോ 17 എന്നും പറഞ്ഞൊരു നമ്പർ കാണിച്ചു. 17. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് റെസ്പോണ്ടിങ് ആയിട്ടുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ ജോമോള് പറഞ്ഞ്, ജസ്റ്റ് ടേക്ക് ദ ബൈബിൾ ആൻഡ് ജസ്റ്റ് ഓപ്പൺ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ജോമോള് ബൈബിൾ എടുത്ത് വിശ്വാസപ്രമാണം ചെയ്തിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ റീഡ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ 8:17 ഞാൻ 17 ഏതാ അതിനകത്ത് ആ 2 പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 പേജിൽ 17 എവിടെയുള്ളത് നോക്കാൻ പറഞ്ഞു. കർത്താവ് കാണിച്ച 17 ആണല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ 8:17 ഉള്ളത്. യോഹന്നാൻ്റെ 8:17. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 8:17. യോഹന്നാൻ 8:17 കർത്താവ് പറഞ്ഞ വാചനം. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. വചനത്തിൽ എഴുതിയിട്ടുണ്ട്. നിയമം എന്ന് വെച്ചാൽ വചനം എന്നതിൻ്റെ അർത്ഥം. നിയമത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്താണ് എഴുതിയിരിക്കുന്നത്? വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? 2 പേരുടെ സാക്ഷ്യം സത്യമാണ്. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് 2 പേര് പറഞ്ഞാൽ അത് സത്യമാണ്, ദൈവിക കാര്യങ്ങളാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ 2 പേരിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, ഈശോ എന്താ ഉദ്ദേശിക്കുക മനസ്സിലായി. 2 കൃപാസനത്തിൻ്റെ അൾത്താരയിൽ സാക്ഷ്യത്തെക്കുറിച്ചല്ലേ പറയണത്. എന്താ പറഞ്ഞത്? 2 പേരിൽ വായിച്ചു, 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ സാക്ഷ്യത്തെക്കുറിച്ചാണ് ഈശോ പറയണത്. അച്ഛൻ്റെ പ്രസംഗത്തെക്കുറിച്ചല്ല. ഇപ്പം സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് 2 പേരും ഒരേ സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാണെന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ ഉദ്ദേശിക്കുന്നത് സാക്ഷ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണെന്ന് മനസ്സിലായി. അപ്പോഴെന്താണ് പ്രസംഗിക്കേണ്ടത്? 2 പേരുടെ സാക്ഷ്യം. എന്നുവെച്ചാൽ 2 ആൾക്കാർ എപ്പോഴെങ്കിലുമൊക്കെ 2 3 2 കൂടുതലോ എപ്പോഴെങ്കിലും ഒരേ കാര്യം തന്നെ സാക്ഷ്യപ്പെടുത്തിയാൽ അത് വേദപുസ്തക പ്രകാരം അത് സത്യമായ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് 2 പേരുടെ സാക്ഷ്യം ഇത് ഇങ്ങനെ 2 അല്ല, ഒരു വിഷയത്തെക്കുറിച്ച് ഒരു 10-20 പേര് ഈ 2-3 മാസത്തിന് പറഞ്ഞ ഒരേ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കത് പിടിവിട്ട് ഈശോ എന്താണ്, എങ്ങോട്ടാണ് ഈശോ പോകണമെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഇവിടെ നടന്ന സാക്ഷ്യങ്ങളിൽ, കൃപാസന ഉടമ്പടി സാക്ഷ്യങ്ങളിൽ റെക്കർ ചെയ്ത് വരുന്ന സബ്ജക്റ്റ് എന്താണ് എന്നെനിക്ക് മനസ്സിലായി. മനസ്സിലാകാൻ കാരണം ഇന്നലെ ഇവിടെയൊക്കെ വല്ലാത്തൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഇന്നലെ കോഴിക്കോട് പിതാവിൻ്റെ നമ്മുടെ റാലിയുടെ അവസാനം ആദ്യത്തിൽ കുർബാന അർപ്പിച്ചത് ചക്കാലക്കൽ തിരുമേനിയാണ്, വർഗീസ് ചക്കാലക്കൽ തിരുമേനി. അപ്പോൾ ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ ടച്ചിങ് ഞങ്ങളുടെ ആലപ്പുഴ പിതാവിന് കൊടുത്തതുപോലെ തന്നെ ദൈവം ചക്കാലക്കൽ പിതാവിന് അതുപോലെ തന്നെ ഉള്ള വെളിപാട് കൊടുത്തിട്ടുണ്ട് ഉടമ്പടിയെക്കുറിച്ച്. കാര്യം പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ അകത്ത് കൺകറൻസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ദൈവശാസ്ത്ര കാര്യം അന്ന് അദ്ദേഹത്തിനായിരുന്നു സഭയിൽ പവർ, അധികാരം, പവറല്ല, ഈ ഇതിൻ്റെ ഇതൊക്കെ അതായത് തിയോളജിക്കൽ കമ്മീഷനായിരുന്നു. KCV കേരള സഭയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു. ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് മാതാവ് ഈ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി കൊടുക്കുന്നത് ഉടമ്പടിയുടെ. അദ്ദേഹം അതെല്ലാം പരിശോധിച്ചിട്ട് അതിൻ്റെ ദൈവശാസ്ത്രപരമായ രീതിയിൽ അതിനെല്ലാം വിശ്വസിച്ച് അതിൻ്റെ തെറ്റുണ്ടോ എന്ന് നോക്കി. കാര്യം ദൈവം നമുക്കങ്ങനെ ആർക്കും കയറി എന്തും പഠിപ്പിക്കാൻ പറ്റത്തില്ലേ. അതിന് ദൈവവചനത്തോട് ബന്ധമുണ്ടാകണം, വചനപരമായിരിക്കണം. സഭയുടെ നിയമങ്ങളുണ്ട്, കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചുണ്ട്, അത് വലിയ പുസ്തകമാണ്. പിന്നെ വത്തിക്കാൻ സുനദോസിൻ്റെ ഡയറക്ടറി ഉണ്ട്, സുനദോസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ സഭയുടെ ജെറോ ബിബ്ലിക്കൽ കമൻട്രി ഉണ്ട്. ഇതെല്ലാം വലിയ 10,000-30,000 പേജുകളുള്ള വലിയ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിലൊക്കെ ആയിട്ട് കൺകർ ചെയ്യണം. ഒരു പ്രെയർ വരുമ്പോൾ, സഭയിൽ പുതിയ വരുമ്പോൾ, സഭയിൽ ഈ 2000 വർഷങ്ങളുടെ ഉരുത്തിരിഞ്ഞിട്ടുള്ള ദൈവശാസ്ത്രവുമായിട്ട് ഡോഗ്മയുമായിട്ട് ഇതിനെ സിങ്ക് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അബദ്ധ പ്രബോധനമാകും. വേണമെങ്കിൽ സഭയ്ക്ക് എന്നെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്നായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് പേടിയുണ്ടായിരുന്നു. ഇങ്ങനെ കർത്താവ് നമുക്ക് ഉടമ്പടിയെ തന്നെങ്കിലും അതിൻ്റെ ദൈവശാസ്ത്രവും കാത്തലിക് കാറ്റഗിസവും അതിൻ്റെ വത്തിക്കാൻ ഡോക്യുമെൻറ്റും എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാതാവ് ഈ പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് കയ്യെഴുത്ത് പ്രതി മേടിച്ചുകൊണ്ട് പോയി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് നമ്മൾ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു അത്ഭുതത്തിൻ്റെ ദൈവം നേരിട്ട് ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്, നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. എനിക്കറിയത്തില്ലായിരുന്നു വർഗീസ് പിതാവ് ചക്കാലക്കൽ പിതാവാണ് തിയോളജിക്കൽ കമ്മീഷൻ്റെ ചെയർമാനെന്ന്.
എനിക്കറിയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ തിയോളജി കമ്മീഷനാണ് അവസാനമായിട്ട് പരിശോധിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ മാതാവിനെല്ലാം അറിയാം. അതാണ് നമ്മുടെ സംഭവം. എനിക്ക് രണ്ട് കാര്യം അറിയാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം എനിക്കറിയാൻ പാടില്ലാതിരുന്നത്, തിയോളജിക്കൽ കമ്മീഷനാണ് ഇത് അടിസ്ഥാനപരമായിട്ട് മലയാളത്തിൽ ഇറങ്ങുന്ന കേരള സഭയിലുണ്ടാകുന്ന വിഷയങ്ങളെ പരിശോധിക്കേണ്ട ആളെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. രണ്ടാമത്തെ എനിക്കറിയാൻ പറഞ്ഞത്, ചക്കാലക്ക പിതാവാണ് ഇത് പരിശോധിക്കേണ്ട ആളെന്നും എനിക്കറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. ആൾക്കറിയുന്ന ഞാൻ പറഞ്ഞ കാര്യമല്ലേ. പക്ഷേ ഇത് രണ്ടും മാതാവിനറിയാം. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതുണ്ട്. നിങ്ങളുടെ ജീവിതം ഇതുപോലെ തന്നെ സംഭവം. നിങ്ങളുടെ വീട്, നിങ്ങളുടെ വിവാഹം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കടങ്ങൾ, ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് നിങ്ങൾക്കറിയത്തില്ല. ക്ലിയർ അല്ലേ? പക്ഷേ നിന്റെ ദൈവത്തിന് അറിയാം. കൈയടിച്ച് കർത്താൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ തിരുവചനം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിൻ പരിപാലകൻ ഇസ്രായേലിൻ പരിപാലകൻ നിത്യജീവനേ കാലിടരാതെ അവനെ നയിക്കും. കൺമണി പോലവനെ കാക്കും. കാലിടരാതെ അവനെ നയിക്കും. കൺമണി പോൽ അവനെ കാക്കും. ആ ദൈവം ജീവിക്കുന്നു ഇന്നലെയും ഇന്നുമെന്നും. ആ ദൈവം ജീവിക്കുന്നു ഇന്നലെയും ഇന്നുമെന്നും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും മക്കൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഇതിനാണ് പരിപാലനമെന്ന് പറയണത്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഇവിടുത്തെ പരിപാലനം എന്താണ്? എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. എന്തറിയാൻ പാടില്ല? ചക്കാലക്കൽ പിതാവാണ് KCBC ചെയർമാൻ എന്നറിയാൻ പാടില്ല. ഞാനിങ്ങനെ സഭയുടെ ഔദ്യോഗികമായ വലിയ കാര്യങ്ങളൊന്നും തിരക്കാറില്ല. ഞാൻ നിങ്ങളുടെ പ്രശ്നമായിട്ടാണ് എല്ലാ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയും. പിന്നെ നമ്മുടെ ശുശ്രൂഷയായിട്ടാണ് കൂടുതൽ ടൈം. അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. അഡ്മിനിസ്ട്രേഷൻ്റെ കഴിവും ദൈവത്തിൻ്റെ കൃപയും അതിനുള്ള അധികാരം കൊടുത്തവർ അത് ഭംഗിയായിട്ട് ജീവിക്കും. ഞാൻ അനുസരണയോടെ അവർക്ക് വഴിപ്പെട്ട് എൻ്റെ കർത്താവിന് ശുശ്രൂഷ ചെയ്യും. നമുക്ക് അത്രയും പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാൻ ഞാൻ ശ്രദ്ധിക്കാൻ എനിക്കറിയാൻ പറ്റാഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താണ് സംഭവം? ഈ കമ്മീഷനാണ് ഈ വിഷയം അടിസ്ഥാനപരമായിട്ട് ആത്യന്തികമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എന്താ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതിന് ഇപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, നിങ്ങളുടെ കടങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം, നിങ്ങളെവിടെ ജീവിക്കും, ഇതൊന്നും നിങ്ങൾക്കറിയത്തില്ല. കുറച്ച് കാര്യങ്ങളറിയാം. ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബിഗ് സീറോയാണ്, ഒന്നും അറിയത്തില്ല. പക്ഷേ എന്താ നമ്മുടെ ഉറപ്പ്? നിൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. നീ എവിടെയാണ് താമസിക്കേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ കടം പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ രോഗം സുഖപ്പെടേണ്ടത്, എവിടെയാണ് നീ പഠിക്കേണ്ടത്, എല്ലാം. നീ ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പ്രതിവിധി എന്ന് നിൻ്റെ ദൈവത്തിനറിയാം. കൈയടിച്ച് കർത്താൻ ജീവിക്കുന്നു ഇന്നലെയും ഇന്നുമെന്നും. ആ ദൈവം ജീവിക്കുന്നു ഇന്നലെയും ഇന്നുമെന്നും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈശോയുടെ മനസ്സിൽ എന്താ ഉള്ളത്? രണ്ടുപേര് കൂടി പറയുന്ന സാക്ഷ്യങ്ങൾ, രണ്ടുപേരും ഒരേ കാര്യത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാണ്. ഇപ്പോൾ രണ്ടുപേര് കൂടി പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വന്നത് എന്താണ്? അപ്പോൾ വർഗീസ് പിതാവ് ഇന്നലെ കുർബാന അർപ്പിച്ചപ്പോൾ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? അദ്ദേഹം ടൈക്കണപ്പായിപ്പോയി. അഭിഷേകത്തിൽ നിറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് ഇതിനൊരു ജപമാലയുടെ ഒരു വൈബ്രേഷൻ ഉണ്ടേ. എല്ലാ ജനങ്ങളും, ലക്ഷക്കണക്കിന് ജനങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് അന്തരീക്ഷം മുഴുവൻ ദൈവ ചൈതന്യം നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഉൾവിളിയുണ്ട്. എന്താണ്? അടുത്ത കൊല്ലം ഞാനും ഈ റാലിയുടെ കൂടെ നിങ്ങളുടെ കൂടെ നടന്നു വരുമെന്ന്.
അതൊരു അഭിഷേകമാണ്. അതുകൊണ്ടല്ലേ പിന്നീട് ഒരു കാര്യം എന്താ അദ്ദേഹം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ അവസാനം പറഞ്ഞിട്ടില്ലേ, ഞാൻ അൾത്താരെ കയറിയപ്പോൾ ഞാൻ കൃപാസനം മാതാവ് എന്നോട് സംസാരിച്ചു. അതാണത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചായിപ്പോയി. ഇക്കാര്യം എനിക്കത് അറിയാവില്ല, അമ്മയ്ക്ക് ഈ പരിപാടി ഉള്ളതാണെന്നറിയാം. എത്രയോ മനുഷ്യരോട് അമ്മ സംസാരിക്കുന്നത്. അതായത് ഞാൻ അൾത്താരെ കയറിയപ്പോൾ, ആദ്യമായി അൾത്താരെ കയറിയപ്പോൾ കൃപാസന അമ്മ എന്നോട് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എത്രയോ കാലമായിട്ട് ഈ ആൾ ഇവിടെ വരാൻ വേണ്ടി അമ്മ കാത്തിരുന്നു എന്നുള്ളതാണ്. അതിനെ കാത്തിരിക്കാൻ കാരണമുണ്ടായിരുന്നത് ഞാൻ എൻ്റെ പിതാവിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വിളിക്കുന്നത്, രൂപതാധ്യക്ഷനെ വിളിക്കാത്ത. പിതാവ് പറഞ്ഞ് ആ ദിവസങ്ങൾ ഞാനുണ്ട്, ഞാൻ കോഹിമയിലാണെന്ന് പറഞ്ഞായിരുന്നു. ഒക്ടോബർ 28 ഞാൻ കോഹിമയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ചക്കാലക്ക പിതാവിനെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വൈനോട്ട്. അപ്പോൾ ഞങ്ങളുടെ പിതാവ് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് സന്തോഷത്തോടെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ 3 പിതാക്കന്മാരെ വിളിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പക്ഷേ പിതാവിൻ്റെ ആ സമയത്ത് ചക്കാല പിതാവ് കുർബാന എടുത്ത് കഴിഞ്ഞ് സമ്മതിച്ചതിന് ശേഷം ഞങ്ങളുടെ പിതാവിൻ്റെ പ്രോഗ്രാം കട്ടായി, കോഹിമയിലെ പ്രോഗ്രാം കട്ടായി. അപ്പോൾ പിതാവ് ഫ്രീ ആയി. അപ്പോൾ ഞാൻ പിതാവിനോട് പിതാവ് വരുന്നില്ലേ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിതാവ് വന്നു. പക്ഷേ കുർബാന ചെല്ലാൻ മാതാവ് ട്വിസ്റ്റ് നടത്തിയാണ് അവിടെ. അതാണ് ഞാൻ നിന്നെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞില്ല, അതാണ് എൻ്റെ അർത്ഥം. ആ പ്രോഗ്രാം കട്ടാക്കി ട്വിസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ്. അതായത് ഈ പരിപാലനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ. നമ്മുടെ പ്രോഗ്രാം പോലും ഒരു പരിപാലനയുടെ ഭാഗമായിട്ട് മാറുകയാണ്. അത് എന്തുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, ഇപ്പം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത വ്യക്തമാക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിൻ പരിപാലകൻ നിത്യജീവനേകും ദൈവം, നിത്യഭൂമൻ കാവലല്ലോ. കാലിടറാതെ അവനെന്നെ നയിക്കും, കൺമണി പോലും അവനെന്നെ കാക്കും. കാലിടറാതെ അവനെന്നെ നയിക്കും, കൺമണി പോലും അവനെന്നെ കാക്കും. ആ ദൈവം ജീവിക്കുന്നു ഇന്നലെയും ഇന്നുമെന്നും. ആ ദൈവം ജീവിക്കുന്നു ഇന്നലെയും ഇന്നുമെന്നും. ലൂക്ക 18:1. ലൂക്ക 18:1. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? ഭഗ്നാശരാകാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കാതെ, തകർന്നു പോകാതെ, ശിഥിലമാകാതെ, മനസ്സ് ശിഥിലമാകാതെ പിന്നെ എന്ത് ചെയ്യണം? എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന പറഞ്ഞത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ടൈം കൂടുന്നത്. ചിലർക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ജപമാല എടുത്ത് അല്ലെങ്കിൽ തിരിയൊക്കെ കത്തിച്ച് കൈയും കാര്യം കഴുകി, അതല്ല. അത് നമ്മുടെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രെയറാണ്. അതല്ല. പ്രെയർ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയും ദൈവത്തോടുള്ള സ്നേഹവാത്സല്യങ്ങൾ തോന്നലും ഇതെല്ലാം കൂടുന്ന ഒരു ഇൻറ്റിമസി ഉണ്ട്. അതിനാണ് പ്രെയർ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന ചൊല്ലലല്ലേ, അത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രെയറാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യാമപ്രാർത്ഥനകളുണ്ടാവും. സന്ധ്യയ്ക്കുണ്ടാവും പ്രാർത്ഥിക്കും, വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. നേരത്തേക്ക് ഞാൻ 2 മണിക്കൂർ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് അസുഖമൊക്കെ ആയത് കാരണം 2 മണിക്കുള്ള കാര്യം കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 10, 11 മണി, ചിലപ്പോൾ 2 മണിയൊക്കെ നേരത്തെയൊക്കെ താമസിച്ചു. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രഷറൊക്കെ ഈ ഉറക്കം നിൽക്കണ അത്ര നല്ല കാര്യമൊന്നുമല്ലേ. ചില നേരത്തൊക്കെ പ്രഷറൊക്കെ ഫോം ചെയ്ത് വരും. പിന്നെ കിഡ്നിയുടെയൊക്കെ പ്രോബ്ലം വരും. ഉറക്കം നിന്നാൽ അതിനെ കാര്യം എനിക്ക് വേറെ സഭയില്ലല്ലോ. പകലെല്ലാം ജനങ്ങളുമായിട്ട് കൺഫ്യൂഷനും ധ്യാനവും പിന്നെ എഴുതണമെല്ലാം 10-20 പുസ്തകം എഴുതി, അതെല്ലാം രാത്രിയിൽ എഴുതണം. അപ്പം അതിന് ഉറക്കം വരും, പ്രഷറായി. അതായത് നമ്മൾ ചെയ്യുന്നതിന് എനിക്കെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു കർത്താവിക്ക് തന്നിരിക്കുന്നത് ടൈം കുറവാണെന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. ടൈം കുറവാണ്.
ടൈം കുറവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ലിമിറ്റഡ് തന്നിരിക്കുന്ന ടൈമിന് മാക്സിമം വർക്ക് ചെയ്യും. തന്നിരിക്കുന്ന ടൈമിന് ഒരു യാതൊരു കോംപ്രമൈസും ഇല്ലാതെ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് മനുഷ്യരല്ലേ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ വിഷയം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പം നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെല്ലാം യാചനാ പ്രാർത്ഥനയാണോ? മകളെ കെട്ടപ്രായമായ മകളുണ്ടെങ്കിൽ മകളെ കെട്ടിക്കണേ. അങ്ങനെയല്ല മക്കളെ. നല്ല ദൈവബന്ധമുള്ളവരൊന്നും പറയത്തില്ല ദൈവത്തോട് കാര്യങ്ങൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് നല്ല ബന്ധമായിരിക്കും, ദൈവത്തിന് വേണ്ടി ജീവിക്കും, ദൈവത്തിന് വേണ്ടി. ഇപ്പം ഞാൻ തന്നെ ഉടമ്പടി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മ നൽകുകയാണ്. എല്ലാവരെ കൊണ്ടും ഭക്ഷണം കൊടുപ്പിക്കണം, എല്ലാവരെ കൊണ്ടും രോഗികളെ പോയി കാണാൻ പറയണം, വലിയ തറവാട്ടിലുള്ള വലിയപ്പന്മാരെ നോക്കാതെ ഇരിക്കുന്നവരെയും കുളിക്കാതിരിക്കുന്നവരെയും കുളിക്കാൻ പറയണം. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിപ്പിച്ച ഉടമ്പടി പുസ്തകം എഴുതിയപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ട് അന്ന് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നാണ് കുറച്ച് സമയം എഴുതിയത്, പള്ളിയിൽ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞാണ് തറവാടുകളിൽ മുതിർന്ന ആൾക്കാരുണ്ട്, അവിടെ കെട്ടി വന്നിരിക്കുന്ന പെൺപിള്ളേർ പുതിയ പ്രായക്കാരാണ്, അവർക്ക് കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. പക്ഷേ കൂടെ ഉണ്ടായിരുന്നെല്ലാം മാറി താമസിച്ച് പോകുമ്പോൾ ഈ രോഗിയായിട്ട് കിടക്കുന്ന അപ്പനെ അയാൾ മണം വെച്ച് ഗന്ധം വെച്ച് ഭയങ്കരമായ അകൃതത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ സ്വത്ത് തർക്കമായിട്ടുള്ളത് കൊണ്ട് ഈ മൂത്ത ചേട്ടന്മാരുടെ വൈഫൊക്കെ ഒന്നും അവിടെ തിരിഞ്ഞു നോക്കത്തില്ല. പെൺമക്കളാണെങ്കിൽ അവർ ടീച്ചർമാരും സാറുമാർക്കായിട്ട് പോയിട്ട് അവരും വന്ന് അപ്പൻ്റെ കാര്യം അന്വേഷിക്കത്തില്ല, വന്ന് പരിപ്പിച്ചിട്ട് പോകും. ഇളയ മരുമകൾ തറവാട്ടിൽ നിൽക്കുന്നവളെ പരിപ്പിച്ചിട്ട് പോകുന്നല്ലാതെ ഇവർ നേരെ വന്ന് അപ്പനൊരു ചൂടുവെള്ളം പോലും കൊടുക്കുകയോ കോരിക്കൊഴിയോ ഇല്ല. ആ സമയത്ത് പിള്ളേരെ വരാമെന്നും പറഞ്ഞ് അവർ പോകും. അപ്പോൾ ഇങ്ങനെ കുറേ അനാഥ പ്രേതങ്ങളെ പോലെ കുടുംബങ്ങളിലൊക്കെ മുതിർന്നവർ രോഗികളായിട്ട് കുളിക്കാണ്ട് കിടപ്പുണ്ട്. അവരെ കുളിപ്പിക്കാൻ പറയണമെന്നതിനോട് പറഞ്ഞ് ഞാനത് എഴുതി വെച്ച്. രോഗികളെ നമ്മുടെ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഞാൻ ആദ്യകാലങ്ങളൊക്കെ അത് പറയുമായിരുന്നു. എനിക്ക് റെപ്പറ്റീഷൻ ചെയ്ത് പറയണത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഭാഗമാണ്. മനസ്സിലായില്ലേ? പത്രം കൊടുക്കാൻ പോണതും അതിലൂടെ വിശ്വാസം കൈമാറുന്നതും അതുപോലെ തന്നെ എല്ലാം രോഗികളെ കാണാൻ പോകുന്നതും. ഇപ്പോൾ നമ്മളിവിടെ ഒരു കൃപാസന മിഷൻ തുടങ്ങിയില്ലേ അപ്പുറത്ത്, കഴിഞ്ഞ വ്യാഴാഴ്ച വെഞ്ചരിച്ചു. അതായത് എന്താ സംഭവിച്ചത്? നിങ്ങൾ കൊണ്ടുവന്ന പുതിയ തുണികളെല്ലാം ഉടുപ്പുകളെല്ലാം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉടമ്പടി എടുക്കാൻ വരുന്ന കൂട്ടത്തിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് അവർ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് നിങ്ങൾ കൊണ്ടുവന്ന പാസ് ചെയ്ത് കൊടുക്കും ഉടുപ്പ്. അല്ല നിങ്ങൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെന്ന് അവർക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടി പത്രം മേടിച്ചിട്ട് അത് സൈൻ ചെയ്ത് വെച്ച് ഉടുപ്പെടുത്ത് തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അതാണ് സംഭവം. അതിങ്ങനെ ഗ്രാൻഡ് സ്കെയിലിൽ ഇപ്പോൾ നമുക്ക് 2000-ഓളം പീസ് ഇരിപ്പുണ്ട്. അതിപ്പോൾ ഈ ഒക്ടോബർ മാസം അമ്മയുടെ റാലി കഴിയുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കുക. അതിനുവേണ്ടി പ്രത്യേക സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുകയാണ്, സോഷ്യോ എന്നും പറഞ്ഞ്, അവിടെ നമ്മുടെ പാർക്കിംഗ് സെൻറ്ററിലെ. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നതും സാമൂഹ്യ പ്രവർത്തനം പറയുന്നതും വ്യത്യാസമുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന പോലെയാണ് നമ്മൾ ചെയ്യണത്. സാമൂഹ്യ പ്രവർത്തനത്തിൽ പ്രാർത്ഥന കണ്ടനല്ല. നമുക്ക് കഴിവുണ്ട്, സന്മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ദൈവം കക്ഷിയല്ല. ആണെങ്കിൽ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈശോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്ത് ചെയ്താലും എൻ്റെ നാമത്തിൽ ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ റീഫണ്ടബിൾ അല്ലെന്നോ. മനസ്സിലായില്ലേ? എൻ്റെ നാമത്തിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് എൻ്റെ നാമത്തിൽ നൽകുന്നതെങ്കിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ആരാധന, 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 അങ്ങേയ്ക്ക് ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ. മർക്കോസ് 9:41. മർക്കോസ് 9:41.
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റു പറഞ്ഞ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഇവിടുത്തെ പ്രാധാന്യം എന്താണ്? നമ്മൾ കൊടുക്കണതും മേടിക്കണതും എല്ലാത്തിനും പിന്നിൽ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ട്. എന്താണ്? അവൻ്റെ നാമത്തിൽ. അപ്പോൾ മർക്കോസിൻ്റെ എത്രയാണത്? 9:41. 37 എടുത്തേ. 9:37 എടുത്തേ. മർക്കോസ് 9:37. ഇതുപോലുള്ള ഒരു ശിശുവിനെ ഇതുപോലുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഇതാണ് പ്രശ്നം. നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ പത്രം കൊടുക്കണ പ്രേക്ഷിത പ്രവർത്തനമായാലും, രോഗികളെ പോയി കാണുന്നതായാലും, ആശുപത്രിയിൽ പോയി ഭക്ഷണം കൊടുക്കണമായാലും, വസ്ത്രം കൊടുക്കണമായാലും എല്ലാം ചെയ്യുന്നത് പ്രാർത്ഥനയാകണം. എപ്പോഴാണത്? അവൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ്. അവൻ്റെ കാര്യം എന്നാൽ ദൈവം എല്ലാ കൃപയും സിംഗിൾ അക്കൗണ്ടിലാക്കിയിരിക്കുകയാണ്. പല അക്കൗണ്ടൊന്നും ഇല്ല, ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ ചില അച്ഛന്മാർ തെറ്റിദ്ധരിച്ചിട്ട് അവർക്ക് എൻ്റെ കഥയിലറിയാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ എല്ലാം മാതാവ് സഹായിച്ചു, മാതാവ് സുഖപ്പെടുത്തിയെന്നാണ് പറയണം. ചില അച്ഛന്മാർക്ക് ശരിക്കും കുരു പൊട്ടും അത് കേൾക്കുമ്പോൾ. അവർ പറയും മാതാവല്ല, ദൈവം യേശുവാണ് ഏകരക്ഷകൻ. ഇതാര് പറഞ്ഞല്ലെന്ന്. കർത്താവിൻ്റെ നമുക്ക് മനുഷ്യരാശിക്ക് നിത്യരക്ഷ നൽകുന്നത് ഒരു നാമം മാത്രമേ ഉള്ളത്. ഈശോയുടെ നാമമാണ്. ഈശോയുടെ നാമത്തെ എന്തുമാത്രം മഹത്വപ്പെടുത്താൻ ആർക്ക് കഴിയും? ഈ ഭൂമിയിൽ മാതാവിനെ പോയാൽ അല്ലാതെ ആർക്ക് കഴിയും? കാര്യം ആ നാമത്തിൻ്റെ മഹത്വം അറിഞ്ഞ ആളാണ്. നമ്മുടെ പോലെയുള്ള വിശ്വാസമല്ലേ, നമുക്ക് അത്ഭുതങ്ങൾ കാണണ്ടേ? അതല്ലേ ഈശോ ചോദിക്കുന്നത്? അത്ഭുതങ്ങൾ കണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയണില്ലേ? സാധാരണ മനുഷ്യരെയും അമ്മയും തമ്മിൽ ഈശോ അവിടെ വെച്ചൊരു ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി തിരിക്കണം അവിടെ വെച്ചാണ്. അതുപോലെ നിങ്ങൾ അത്ഭുതം കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ലല്ലോ. ശ്രദ്ധിക്കട്ടെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ മറ്റൊരുവനിലും രക്ഷയില്ല യേശുവിലല്ലാതെ. രക്ഷകനവനല്ലോ, യേശുവിനുള്ളൊരു വിശ്വാസത്തെ നിത്യരക്ഷ വരിച്ചിട. മാനവരക്ഷയ്ക്കുള്ളിൽ നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ. യോഹന്നാൻ 6:26. യോഹന്നാൻ 6:26. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പൊ ഈശോനെ അന്വേഷിക്കണമെങ്കിൽ സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ അവരെ അന്വേഷണമൊക്കെ നിർത്തും. അതാണ് വിഷയം, സാധാരണ മനുഷ്യർ. പക്ഷെ അമ്മ അങ്ങനെയല്ല. അപ്പം വർദ്ധിപ്പിച്ചില്ലെങ്കിലും വെള്ളം വീഞ്ഞാക്കിയില്ലെങ്കിലും യേശുവിനെ അമ്മ അന്വേഷിക്കും. എങ്ങനെ അന്വേഷിക്കും? യേശു കൈമോശം വന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ. അതാണ് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അമ്മ പറഞ്ഞ വാക്കില്ലേ, എൻ്റെ മകനെ, ഞാനും നിൻ്റെ പിതാവും കൂടി എന്ത് ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു.
ലൂക്കാ 2:48 വായിച്ചോളൂ. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഇതാണ് വിഷയം. ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അത് 2:48. ഈ 2:48 കൂടെയാണ് യോഹന്നാൻ 6:26 ലൂപ്പ് ചെയ്യേണ്ടത്. എന്താ പറയണത്? അടയാളങ്ങൾ കണ്ടുകൊണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ. ഇപ്പം മനുഷ്യനെ വിശ്വസിക്കണമെങ്കിൽ അടയാളം കാണണം. അടയാളം ഉള്ളത് കൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കത്തില്ല. പക്ഷേ അമ്മയ്ക്ക് യേശുവിനെ അന്വേഷിക്കാൻ അപ്പത്തിൻ്റെ ആവശ്യമില്ല. യേശുവിനെ കൈമോശം വന്നാൽ മതി. യേശുവിനെ കൺവെട്ടത്തിൽ നിന്ന് മറഞ്ഞിരിക്കണ കണ്ടാൽ അപ്പം അമ്മ പട്ടിണി നിന്നുകൊണ്ട് യേശുവിനെ അന്വേഷിക്കും. ദൈവവേദലേ, എന്നാണ് നിൻ്റെ മുമ്പിൽ നിന്ന് നിൻ്റെ ദൈവത്തെ നിനക്ക് കൈമോശം വരണത്? നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കണത്, ബൈബിൾ വായിക്കാൻ പറ്റാതിരിക്കണത്, ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമില്ലാത്തത്, ദാറ്റ് യു ഹാവ് ഓൾറെഡി മിസ്ഡ് ജീസസ്. നിങ്ങൾക്ക് കർത്താവിന് നഷ്ടപ്പെട്ടു എങ്കിൽ ഈ അമ്മയെപ്പോലെ അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടല്ല, അപ്പം കിട്ടുമെന്നുള്ള ആശയം പ്രത്യാശ ഉള്ളത് കൊണ്ടല്ല. യേശുവിനെ നഷ്ടപ്പെട്ടു, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, കുർബാനയ്ക്ക് പോകാൻ കഴിയുന്നില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് ഈശോയെ നഷ്ടപ്പെട്ടവർ തോന്നിയാൽ അമ്മയെപ്പോലെ മനസ്സിടറിക്കൊണ്ട് അന്വേഷിക്കാൻ പോവുമെങ്കിൽ അപ്പോഴും ഈശോ നമ്മൾ യഥാർത്ഥ യേശുവിൻ്റെ അമ്മയായി മാറും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അടയാളങ്ങൾ കാണാതെ അന്വേഷിച്ച അമ്മയുടെ മക്കളായി ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അങ്കലാപ്പോടെ അമ്മയെപ്പോലെ ഉത്കണ്ഠയോടെ തിരിച്ചു നടക്കാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണം. തിരിച്ചു നടക്കാൻ അഭിഷേകം നൽകണം. ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah. കൃപാസനത്തിൻ്റെ